ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് പുതിയ തിരിയാണ്. ഇതേ കൊടിയിൽ തന്നെ ഇതൊരു 2 മാസമൊക്കെ ആയിട്ടുള്ളതാണ്. അതേ കൊടിയിൽ തന്നെയാണ് ഇത് ഒരു 4-5 മാസമായിട്ടുള്ളതാണ്. ഒരു 600 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഫ്ലാറ്റ് റൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100 കുരുമുളക് ചെടി വെക്കാം. 100 ചട്ടിയെന്ന് നിങ്ങൾക്ക് ഒരു 900 ഗ്രാം വെച്ചിട്ട് പച്ചക്കുരുമുളക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90 കിലോ പച്ചക്കുരുമുളക് കിട്ടും. അപ്പൊ ഒരു 30 കിലോ ഉണക്ക കുരുമുളക് നമുക്ക് കിട്ടും. 30 കിലോ ഉണക്ക കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം ഒരു 20,000-21,000 രൂപയുടെ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നുള്ള ഒരുപാട് കുറ്റിക്കുരുമുളകളുടെ ഒത്ത നടുവിലാട്ടോ. ഈ കാണുന്നൊക്കെയാണ് ഇഷ്ടം പോലെ ഉണ്ടാ. അതും കായ്ച്ചു നിൽക്കാണ് ഇഷ്ടം പോലെ. ഈ കാണുന്നത് പോലെ കായ്ച്ചു നിൽക്കുന്ന ഒരുപാട് കുറ്റിക്കുരുമുളകള്. അത് മാത്രമല്ല വഴുതനങ്ങ, വെണ്ട, തക്കാളി എല്ലാം കായ്ച്ചു നിൽക്കുന്ന ഒരുപാട് പ്ലാന്റുകളുള്ള നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ പേര് ഇമേറ്റ് അല്ലെ. ഇമേറ്റ് നമ്മുടെ കൊച്ചി എയർപോർട്ടിലോട്ട് പോണ വഴിക്കാണ് ഈ ഇമേറ്റ് എന്ന പ്ലാന്റ് നഴ്സറി ഉള്ളത്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ നമ്മളൊന്ന് കാണാൻ പോകുന്ന ഇവിടുത്തെ ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഈ ഒരു വീഡിയോ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ബെസ്റ്റ് വീഡിയോ ആയിരിക്കും. എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. എന്തായാലും ഈ ഒരു പ്ലാന്റുകൾ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, 1 കിലോ അടുത്ത് ഇവിടെ കായ്ച്ചു നിപ്പുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ തിരികളുണ്ട്. അത് എല്ലായ്പ്പോഴും കാണും. അതായത് 365 ദിവസവും ഈ കുറ്റിക്കുരുമുളകിലും മുളക് ഉണ്ടാവും കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഇതിന്റെ ആളോടാണ് ചോദിക്കാം അല്ലെ നമുക്ക്. അതെ, ചേട്ടന്റെ പേര് പറഞ്ഞേ. എന്റെ പേര് ജോസഫ്. നമ്മുടെ ഈ നഴ്സറിയുടെ പേരെന്താ? ഇമേറ്റ് ഗ്രീൻ വേൾഡ്. ഈ ലൊക്കേഷൻ പറയാമോ? ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പഞ്ചായത്തിൽ മറ്റൂർ ജംഗ്ഷനിലാണ്. ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ 100 മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എയർപോർട്ട് റോഡിന്റെ സൈഡിൽ തന്നെയാണ്. ഇത് എത്ര മാസം പ്രായമുണ്ടാവും? ഇതിപ്പോ ഏകദേശം ഒരു 1.5-2 വർഷത്തോളം ആയതുള്ളത്. 1.5-2 വർഷത്തോളം പഴക്കമുണ്ട് അല്ലെ. ഇതിലിപ്പോ തിരി വന്നിട്ട് എത്ര നാളായിട്ടുണ്ട്? ഇത് തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ജൂലൈ മാസത്തിലൊക്കെ വന്നേക്കണ തിരിയാണ്. ഒരു ജൂലൈയിൽ വന്നേക്കത്തൊക്കെ പലതും പറിച്ചു തീർന്നു. ഈ കുറ്റിക്കുരുമുളകിന്റെ ഒരു പ്രത്യേകിച്ച് ഓൾ സീസൺ ആണ്. ഓൾ സീസൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ടാവും. അതായത് നിങ്ങളിപ്പോ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് പുതിയ തിരിയാണ്. ഇതേ കൊടിയിൽ തന്നെ ഇതൊരു 2 മാസമൊക്കെ ആയിട്ടുള്ളതാണ്. അതേ കൊടിയിൽ തന്നെയാണ് ഇത് ഒരു 4-5 മാസമായിട്ടുള്ളതാണ്. ഇതിന്ന് പറിക്കുന്നുണ്ട്. അപ്പൊ കുറ്റിക്കുരുമുളകിന്റെ ഒരു പ്രത്യേകിച്ച് എപ്പോഴും നമുക്ക് കിട്ടും. ഒരു 10-20 ചട്ടി നമുക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ എന്നും നമുക്ക് തിരി ഉണ്ടാവും. ഓ അങ്ങനെ അല്ലേ. എന്റെ കൈ നിറച്ചുണ്ട്. വളരെ കുറച്ച് മണ്ണ് മതി. ഒരു വളവും ചെയ്തില്ലെങ്കിലും ഈ അന്തരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ട് നനച്ചാൽ മതി. ഡെയിലി ഒരു പ്രാവശ്യം നനയ്ക്കുക, ഒറ്റ തവണ നനയ്ക്കുക. പിന്നെ കുറ്റിക്കുരുമുളകിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ട് ഒരു വിധം മൂപ്പാവണ വരേക്കും ഒരുപാട് വെയിലത്ത്, അതായത് ഇപ്പൊ ടെറസിന്റെ മുകളിലൊക്കെ കൊണ്ടുപോയി ഒട്ടും ഷെയ്ഡ് ഇല്ലാത്തടത്ത് കൊണ്ടുപോയി വെക്കരുത്. ഈ കാണുന്ന തണ്ടിന് ബലം കുറച്ചുകൂടി വെക്കണം. തണ്ടിന് ഇപ്പൊ ഈ തണ്ടൊക്കെ മൂത്തതാണ്, അതുകൊണ്ടാണ് ഇതിന്റെ പച്ച കളർ പോയിരിക്കുന്നത്. ഇങ്ങനെ മൂത്തത് നമ്മൾ കുറച്ച് വെയിലത്ത് വെച്ചാൽ അത്ര പ്രശ്നമില്ല. പക്ഷെ തീരെ ഇപ്പൊ നമ്മളൊരു ചെറിയ തൈ മേടിച്ചിട്ട് ഉടനെ തന്നെ കൊണ്ടുപോയി ചട്ടിയിലേക്കൊക്കെ മാറ്റിയിട്ട് കൊണ്ടുപോയി പൊരിഞ്ഞ വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത്. ഒരു മിനിമം ഷെയ്ഡ് ഉള്ള സ്ഥലത്ത്, ഒന്നെങ്കിൽ വലിയ മരങ്ങളുടെ ഹൈറ്റ് ഉള്ള മരങ്ങളുടെ ചോടെ, അതല്ലെങ്കിൽ ഒരു പാർഷ്യലായിട്ടെങ്കിലും ഷെയ്ഡ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കുക. ഇതിപ്പോ എങ്ങനെ പോയാലും ചുരുങ്ങിയത് ഒരു 60 തിരി ഉണ്ടാവും. 1 കിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 15-16 ഗ്രാമൊക്കെ ഒരു തിരിക്ക് വരും. ഇതിപ്പോ ഇത് പകുതി മൂപ്പായിട്ടുള്ളൂ. തിരി മൂത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല ഗ്ലേസിങ് ആവുകയും ചെയ്യും, നല്ല ബോൾട്ട് മണി പോലെ ആവും. ഇതിപ്പോ പന്നിയൂർ വണ്ണ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ്. പന്നിയൂർ വണ്ണ് എന്ന് പറയുന്നത് പഴയ വെറൈറ്റിയാണ്. പഴയ വെറൈറ്റിയാണ്. ആണോ ശരിക്കും ഇങ്ങനെ നീണ്ട ഇലയുള്ളത്? ഇതിലും തിരി നീളമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ തെക്കൻ 2 എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ തൈകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. തെക്കൻ 2 ഒരടിയൊക്കെ ഒരു നീളമുള്ളതാണ്. ഇതിപ്പോ പന്നിയൂരിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 മുതൽ ഒരു 18 സെന്റിമീറ്റർ വരെയൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് ഒരു 15-16 ഗ്രാം, ഒരു 60 തിരി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ, ഏകദേശം ഒരു 10 ഇഞ്ചിന്റെ ചട്ടിയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്കൊരു 900 ഗ്രാം പച്ചക്കുരുമുളക് നമുക്ക് കിട്ടും. ഒറ്റ സീസണിലാണോ ഉദ്ദേശിച്ചത്? അതായത് മെയിൻ സീസൺ എന്ന് പറയുന്നത് ഒരു ജൂൺ ജൂലൈയിൽ ഉണ്ടാവുന്ന തിരികളാണ്. അതൊരു ജാനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് പറക്കാം. ഏകദേശം 7 മാസം വേണം കുരുമുളക് മൂക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് പുതിയ തിരികൾ വന്നു തുടങ്ങും. അപ്പൊ കുറ്റിക്കുരുമുളകിന് എപ്പോഴും ഒരു 2 മൂപ്പിലുള്ള തിരികൾ ഉണ്ടാവും. അത് തന്നെയല്ല നമുക്കിപ്പോ ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമായതുകൊണ്ട് നമുക്കിപ്പോ ആ പഴുക്കണത് മാത്രം പറിച്ചെടുത്താൽ മതി. മറ്റേതുപോലെ നമുക്ക് പഴുത്തതും പകുതി മൂപ്പായതൊന്നും ഒരുമിച്ച് പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും തിരികളുള്ള ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഈ ചട്ടി ഉൾപ്പെടെ എത്ര രൂപ? ഇതിപ്പോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 650 രൂപ. ഇത് തന്നെ 650 രൂപ. അതെ, ഇത് തന്നെ പ്ലാസ്റ്റിക് ചട്ടി ആയിരുന്നെങ്കിൽ നമ്മൾ 600 രൂപയ്ക്ക് കൊടുക്കുമായിരുന്നു. അതെ, ഇതിപ്പോ മൺചട്ടി ആയതുകൊണ്ടാണ് നമ്മൾ 50 രൂപ കൂടി കൂടുതൽ മേടിക്കുന്നത്. ഈ വീടുകളിൽ ഇതുപോലെ കായ്ക്കാൻ എന്തെങ്കിലും പ്രത്യേക ടിപ്പോ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു മിനിമം
തിരികള് ഉണ്ടാവും മിനിമം ഇതുണ്ടാവും. പിന്നെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മള് റെക്കമെൻഡ് ചെയ്യണ ഒരു വളപ്രയോഗം എന്ന് പറയുന്നത് ജൈവവളമാണ്. അതിപ്പോ എത്ര കൂടുതൽ ചെയ്താലും കൊമേഴ്സ്യലായിട്ട് ചെയ്താലും ജൈവവളമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ചാണകം അതിന് ശരിക്കും ഒരു 4 ഐറ്റം മിക്സ് ചെയ്തിടുക. ചാണകപ്പൊടി, ചാണകം എന്ന് പറയാൻ പച്ച ചാണകം ആയിരിക്കരുത്, ഒരുപാട് ഉണങ്ങിയ ചാണകം ആയിരിക്കരുത്, ഒരു മീഡിയം നനവിലുള്ള ചാണകം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പുട്ടിന് പൊടി കുഴച്ച നനവുള്ള ചാണകം. അതിലാണ് ശരിക്കും നമുക്ക് ആവശ്യമുള്ള കുറച്ച് സൂക്ഷ്മജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അത് തന്നെ നമ്മള് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചാണകം മാത്രം കൊണ്ട് കാര്യമില്ല, ചാണകപ്പൊടി ഇടുക, പച്ചക്കപ്പൊടി ഇടുക, എല്ലുപൊടി ഇടുക, വേപ്പ് പിണ്ണാക്ക് ഇടുക. ചാണകത്തിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നൈട്രജനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ചെടി നന്നായിട്ട് വളരാനൊക്കെ ചാണകം നല്ലതാണ്. ഈ എല്ലുപൊടിക്കകത്ത് നമുക്ക് അത്യാവശ്യം കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്. പിന്നെ പച്ചക്കപ്പൊടിക്കകത്തും നമുക്ക് കാൽസ്യം കാര്യങ്ങളുണ്ട്. പിന്നെ വേപ്പ് പിണ്ണാക്ക് ഇടുന്നത് കേട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ അല്പം കപ്പൽ പിണ്ണാക്ക് കൂടി പൊടിച്ചിട്ടാണെങ്കിൽ നല്ലതാണ്. പക്ഷെ കൊമേഴ്സ്യൽ ആയിട്ട് നമുക്കിപ്പോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എത്ര പ്ലാന്റ് വേണം? ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് നമുക്ക് എങ്ങനെ വേണം? ഇപ്പൊ ശരിക്കും ഈ ഒരു പ്ലാന്റ് ഇരിക്കാനായിട്ട് വേണ്ടത് ഒരു 6 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് വേണ്ടത്. ഇപ്പൊ ഒരു 1500 സ്ക്വയർ ഫീറ്റ് 2 നില വീടുള്ള ഒരു വീടാണെങ്കിൽ പോലും ചുരുങ്ങിയത് ഒരു 800 സ്ക്വയർ ഫീറ്റ് എങ്കിലും അതിന്റെ ടെറസ് ഏരിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു 600 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഫ്ലാറ്റ് റൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100 കുരുമുളക് ചെടി വെക്കാം, 100 ചട്ടി വെക്കാം. 100 ചട്ടി എന്ന് നിങ്ങൾക്ക് ഒരു 900 ഗ്രാം വെച്ചിട്ട് പച്ചക്കുരുമുളക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇത് കിട്ടുന്നു? അതായത് 90 കിലോ പച്ചക്കുരുമുളക് കിട്ടും. അപ്പൊ ഒരു 30 കിലോ ഉണക്ക കുരുമുളക് നമുക്ക് കിട്ടും. ഒരു തവണ കിട്ടും നമുക്ക്. 1/3 നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഏകദേശം 30 കിലോ ഉണക്ക കുരുമുളക് കിട്ടും. 30 കിലോ ഉണക്ക കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം ഒരു 20,000-21,000 രൂപയുടെ ഒരു ചെറിയൊരു വീട്ടമ്മയ്ക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഒരു ഹാഫ് അവർ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കിടക്കുന്ന ടെറസിന് ഒരു 21,000 രൂപ വരുമാനത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്ക്. ഇതിപ്പോ ഉണക്കിയുള്ള ഒരു കാര്യമാണ്. ഞാൻ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ സൂക്ഷിക്കാം, 3, 4, 5 വർഷം സൂക്ഷിക്കാം. ഒരു അല്പം വെയിറ്റ് കുറയുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് ജാതിക്കൊന്നും പോലെ അങ്ങനെ പൂത്തു പോണ പ്രശ്നങ്ങളില്ല. ഇത് തന്നെ നമുക്ക് പച്ച കുരുമുളകിന്റെ ഓർഡർ എടുക്കാൻ പറ്റും. അൽഫാമിന് അതുപോലെ 5 സ്റ്റാർ ഹോട്ടലുകാർ പലർക്കും ഇത് ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഐറ്റം ഇതിനകത്ത് കയറ്റാത്തത്. നമ്മൾ റെഗുലർ ആയിട്ട് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ മീൻ വറുത്തതും അല്ലെങ്കിൽ ചിക്കന്റെ ഒക്കെ വെറൈറ്റീസ് അങ്ങനെ വരും. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു 300 രൂപ നമുക്ക് പച്ചക്കുരുമുളകിന് നമുക്ക് കിട്ടും. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപടി തന്നെ ഇത് എടുത്തിട്ട് ഇതിന്റെ തണ്ടടക്കം തൂക്കി കൊടുക്കാം. അങ്ങനെയല്ലേ? ആ തണ്ടിന് ഉൾപ്പെടെയാണ് വില കൊടുക്കുക. ചിലപ്പോ ഇപ്പൊ ഒരു 5 സ്റ്റാർ ഹോട്ടലുകാർക്ക് ചിലപ്പോ ഒരു ദിവസം ചിലപ്പോ ഒരു 1/2 കിലോ ആയിരിക്കും വേണ്ടി വരിക. അപ്പൊ അവർക്ക് ഒരാഴ്ചത്തേക്കുള്ളത് നമ്മൾ ഒരു 3 കിലോ ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരത് ഹാപ്പി. ഒരു മാർജിൻ മണി തന്നിട്ട് എടുക്കും. അപ്പൊ ഇതിന് മാർക്കറ്റ് സാധ്യതകൾ ഒത്തിരി ഉണ്ട്. ഇതുപോലത്തെ നമുക്ക് എത്ര പ്ലാന്റുകൾ കൊടുക്കാനുണ്ടോ? ഇതിപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു ചട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു 10-300 വരെയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. പിന്നെ കവറിൽ വെച്ച തൈ ഉണ്ട്, അതാണെങ്കിൽ ഒരു 500 താഴേക്ക് ഉണ്ട്. പക്ഷെ ഈ വർഷം നമ്മൾ കുറച്ച് കൂടുതൽ പ്ലാൻ ചെയ്യുന്നു, കാരണം ഇതിന് നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഉണ്ട്. ചേട്ടാ, ഈ ഒരു പ്ലാന്റിന് എത്ര റേറ്റ് വരും? ഇതിപ്പോ നമ്മൾ കൊടുക്കുന്നത് 100 രൂപയ്ക്കാണ്. 100 രൂപയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അതൊരു പ്രോഫിറ്റ് പ്രതീക്ഷിച്ച് കൊടുക്കുന്നതല്ല. ഇത് നമ്മൾ ഇതിന്റെ ചെറിയ തൈകൾ നമ്മളിവിടെ ഇത് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത പ്രദേശത്ത് എനിക്ക് തോന്നുന്നു പച്ചക്കറി തൈകൾ ഇത്രയും ക്വാളിറ്റിയുള്ള തൈകൾ നമ്മളായിരിക്കും ഇപ്പൊ ഇവിടെ കൂടുതൽ കൊടുക്കുന്നത്. എല്ലാ ആഴ്ചയിലും ഏകദേശം ഒരു 3000 മുതൽ 6000 വരെ തൈകൾ നമ്മൾ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആ റൂമിൽ പച്ചക്കറി തൈകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ തൈകൾ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് നടാൻ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന തൈകൾ നമ്മൾ തന്നെ നട്ടുണ്ടാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ആവും. പിന്നെ പലർക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ ഇതിനൊന്നും സമയമില്ലാത്തവരുണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ വീട്ടിലെ ഒരു പ്ലാന്റ് കൊണ്ടുപോയിട്ട് അവരുടെ മക്കളെയൊക്കെ കാണിച്ച് ഒരെണ്ണം പൊട്ടിച്ചത്, ഇതാണ് മക്കളെ വഴുതന, ഇതാണ് പച്ച നീളം വഴുതന, ഇതാണ് വയലറ്റ് നീളം വഴുതന എന്ന് പറഞ്ഞു കൊടുക്കാൻ, മക്കളിലേക്കും ഈ ഒരു കൃഷിയുടെ ഒരു ചെറിയ സംസ്കാരമൊക്കെ പകർന്നു കൊടുക്കാനായിട്ട് ഉപകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. നമ്മളെ ഏറ്റവും ചെറിയ ചട്ടിയിലാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്കൂട്ടറിൽ വരുന്നവരുണ്ട്, കാറിൽ വരുന്നവരുണ്ട്. അപ്പൊ അവർക്ക് മാക്സിമം എണ്ണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചട്ടിയിലാക്കുന്നത്. അപ്പൊ പോട്ട് മിക്സിന്റെ അളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറയ്ക്കും. ഇപ്പൊ ഇത് തന്നെ വലിയ ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല. വലിയ ചട്ടിയിൽ വരുമ്പോൾ നമുക്കൊരു മിനിമം 200 രൂപയെങ്കിലും കിട്ടാതെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. ഏകദേശം ഒരു 70 ദിവസമായതാണ് ഇത് വിളവെടുക്കാറായതാണ്. വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞു. പ്ലാവ് കൊണ്ടുപോകണം. കാഴ്ച പാടെ ഇത്ര ആയപ്പോഴേക്കും അതാണ് കാഴ്ച നല്ല സെറ്റപ്പായിട്ട് നല്ല ഭംഗിയായിട്ട് കാഴ്ച. അതിൻ്റെ ഭംഗി കാണുമ്പോൾ തന്നെ എന്തായാലും വാങ്ങിച്ചുകൊണ്ടെന്ന് തോന്നും. ഒരു ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുന്ന ആ ഒരു ഹൈറ്റൊക്കെ ഉള്ളൂ. കണ്ടതാണ്ട ഇത്രയേ ഉള്ളൂ. അടിപൊളി. അത് കെട്ടുപോലും
വരാതെ കൊണ്ടുവരാൻ പറ്റും.